ചിത്രത്തിൽ നൽകിയിട്ടുള്ള കലാരൂപങ്ങൾ തിരിച്ചറിയുക. കേരളത്തിലെ മറ്റു കലാരൂപങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. കളിവിളക്കിൻ തിരിനാളം. കലാമണ്ഡലം രാമൻകുട്ടി നായർ തിരനോട്ടം എന്ന ആത്മകഥയിൽ അദ്ദേഹത്തിന്റെ അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും മനോഹരമായി അവതരിപ്പിക്കുന്നു. കുട്ടിക്കാലത്ത് കണ്ട കഥകളി വേഷങ്ങൾ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ കലാജീവിതത്തിൽ ഏറെ പ്രചോദനമായെന്ന് അദ്ദേഹം പറയുന്നു. കുട്ടിക്കാലത്ത് കഥകളി കാണാൻ പോയതും തുടർന്നുണ്ടായ രസകരമായ അനുഭവങ്ങളും കളിവിളക്കിൻ തിരിനാളം എന്ന ആത്മകഥാഭാഗത്ത് അദ്ദേഹം വിവരിക്കുന്നു. കണ്ടെത്താം, എഴുതാം. കഥകളി കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി പറയൂ, കുറിപ്പെഴുതൂ. ബാല്യകാലത്ത് കഥകളി കാണാൻ വലിയ ഉത്സാഹമുള്ള ആളായിരുന്നു കലാമണ്ഡലം രാമൻകുട്ടി നായർ. ഉത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറിയ തോരണയുദ്ധം കഥകളി കാണാൻ രാമൻകുട്ടി നായരും കൂട്ടുകാരും പോയി. അവിടെ എത്തിയപ്പോഴേക്കും കളി തുടങ്ങിയിരുന്നു. കളിക്ക് രസം തോന്നാതിരുന്ന അവർ മെല്ലെ എഴുന്നേറ്റ് അണിയറയിലേക്ക് പോയി. അണിയറയുടെ വാതിൽപ്പാളിയിലൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അങ്ങേ തലയ്ക്കൽ എന്തോ ഒരു സാധനം അനക്കമറ്റിരിക്കുന്നതായി അവർ കണ്ടു. നിലവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അത് കണ്ണടച്ചാണോ തുറന്നാണോ ഇരിക്കുന്നത് എന്ന് അവർക്ക് വ്യക്തമായിരുന്നില്ല. അവർ വാതിൽ കുറേശ്ശെ തള്ളിത്തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ച് നീങ്ങി. പെട്ടെന്ന് ആ രൂപം എഴുന്നേറ്റ് അമർത്തി 4 ചവിട്ട് ചവിട്ടി. പേടിച്ചു വിരണ്ട അവർ അണിയറയിൽ നിന്ന് ഇരുട്ടിലേക്ക് ഓടി. അപരിചിതർ ആരെങ്കിലും നേരെ ചൊവ്വെ വന്നിറങ്ങിയാൽ ഒരു പൊട്ടക്കുണ്ടിൽ വന്നു ചാടുന്ന ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആ അണിയറയ്ക്ക്. വാതിൽ തുറന്നാൽ ഒരു വശത്തേക്ക് തിരിഞ്ഞു വേണം ഇറങ്ങിപ്പോകാൻ. ഇത് അറിയാതെ ഓടിയ അവർ കൂട്ടത്തോടെ ആ കുണ്ടിൽ ചെന്ന് ചാടി. അവരുടെ പുറകിലായി കച്ചമണികളുടെയും മടമ്പിടിയുടെയും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ആ രൂപം അവരെ പിന്തുടർന്ന് ആക്രമിക്കാൻ വരികയാണെന്ന് അവർക്ക് തോന്നി. കൊട്ടിപ്പടിഞ്ഞ് എണീറ്റോടാൻ നോക്കിയ അവർക്ക് സമാധാനമായി. ആ വേഷം അവരുടെ പുറകിലില്ല. ആശാരി കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാൻ വേഷമായിരുന്നു അതെന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. വേഷം അരങ്ങത്തേക്ക് പ്രവേശിക്കാറായി എന്ന് മനസ്സിലാക്കിയ ആശാൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ച് ഒരു ചുറുചുറുക്ക് വരുത്തിയതാണ് അവർ കണ്ടത്. കോപ്പൻ നായർ അവരെ ശ്രദ്ധിച്ചിട്ടേയില്ലായിരുന്നു. കാരണം കഥകളി അണിയറയിൽ അത്യാവശ്യം കാഴ്ചക്കാരും കുട്ടികളും അവിടെവിടെ എത്തിയും പാളിയും നോക്കുന്നത് ഒരു സാധാരണ സംഭവമാണ്. കളിവിളക്കിൻ തിരിനാളം എന്ന ആത്മകഥാഭാഗത്ത് കലാമണ്ഡലം രാമൻകുട്ടി നായർ അദ്ദേഹത്തിന്റെ അനുഭവം വളരെ രസകരമായി അവതരിപ്പിച്ചിരിക്കുന്നു. അനുഭവം പങ്കിടാം. എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട്. പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം. ഇതുപോലെ പ്രചോദകമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ. സ്വാനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. തയ്യാറാക്കിയ അനുഭവക്കുറിപ്പ് സ്വന്തമായും സംഘമായും വിലയിരുത്തി മെച്ചപ്പെടുത്തുക. എൻ്റെ വീടിനടുത്തുള്ള വായനശാലയിൽ ഒരു അനുമോദന ചടങ്ങ് നടന്നിരുന്നു. നാട്ടിലെ കലാകാരന്മാരെയെല്ലാം ആദരിക്കുന്ന ചടങ്ങായിരുന്നു അത്. ഞാനും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അച്ഛനോടൊപ്പം പോയിരുന്നു. മുതിർന്ന കലാകാരന്മാരെയെല്ലാം ആദരിക്കുന്നതിനിടയിൽ എനിക്ക് ഏറ്റവും പരിചിതനായ അപ്പുവേട്ടനും സമ്മാനങ്ങൾ ലഭിച്ചു. ഞാൻ ഏറെ കൗതുകത്തോടെ അതെല്ലാം നോക്കി നിന്നു. അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകനാണ് അപ്പുവേട്ടൻ. അപ്പുവേട്ടൻ ധാരാളം ചിത്രങ്ങൾ വരയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അച്ഛനോടൊപ്പം ഞാൻ അപ്പുവേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അപ്പുവേട്ടൻ്റെ റൂമിനുള്ളിൽ ചുവരുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങളിൽ ഓരോന്നിലും ഞാൻ വളരെ അത്ഭുതത്തോടെ എൻ്റെ കൈകൾ ഓടിച്ചു. അപ്പുവേട്ടൻ വരയ്ക്കുന്നത് ഞാൻ നോക്കിക്കണ്ടു.
അന്ന് അപ്പുവേട്ടൻ തന്ന ചായക്കൂട്ടുകളുമായാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത്. ആദ്യമായി കിട്ടിയ അവ എങ്ങനെ ഉപയോഗിക്കണമെന്നോ ഒന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു. പതിയെ പതിയെ ഞാനും വരയ്ക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിൽ അങ്ങനെയൊരു കഴിവുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. ചില ചിത്രങ്ങൾ അപ്പുവേട്ടനെ കാണിച്ചു. നന്നായി വരയ്ക്കുന്നുണ്ടല്ലോ എന്ന അപ്പുവേട്ടൻ്റെ വാക്കുകൾ എനിക്ക് കൂടുതൽ വരയ്ക്കാനുള്ള പ്രചോദനമായി. ഇന്ന് സ്കൂളിലെ വിവിധ മത്സരങ്ങളിൽ ഒന്നാമത് എത്തുമ്പോഴും അപ്പുവേട്ടൻ തന്ന ആദ്യ ചായക്കൂട്ടുകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. വായനാക്കുറിപ്പ്. സ്കൂൾ ലൈബ്രറിയിൽ നിന്നും കലാകാരന്മാരുടെ ആത്മകഥകൾ തിരഞ്ഞെടുത്ത് വായിച്ച് കുറിപ്പ് തയ്യാറാക്കുക. എൻ്റെ കുട്ടിക്കാലം, ചാർലി ചാപ്ലിൻ. ക്യാൻസർ വാർഡിലെ ചിരി, ഇന്നസെന്റ്. മഞ്ജുതരം, കലാമണ്ഡലം, ഹൈദരലി. ചാർലി ചാപ്ലിൻ്റെ എൻ്റെ കുട്ടിക്കാലം എന്ന ആത്മകഥയുടെ വായനാക്കുറിപ്പിൻ്റെ ഒരു മാതൃക ഇവിടെ കൊടുക്കുകയാണ്. ചാർലി ചാപ്ലിൻ്റെ ബാല്യകാല സ്മരണകളാണ് എൻ്റെ കുട്ടിക്കാലം. ദുരിതം നിറഞ്ഞ കുട്ടിക്കാലം എങ്ങനെ തന്നിലെ നടനെ പാകപ്പെടുത്തിയെന്ന് ചാപ്ലിൻ ഈ കൃതിയിലൂടെ നമ്മോട് പറയുന്നു. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിലേക്കായിരുന്നു ചാപ്ലിൻ്റെ ജനനം. അച്ഛൻ്റെ അമിതമായ മദ്യപാനം മൂലം അച്ഛനും അമ്മയും അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ വയസ്സിൽ വേർപിരിയുന്നു. പിന്നീട് ചാപ്ലിനും സഹോദരൻ ബിസ്മിയും ജീവിച്ചത് അമ്മയുടെ കൂടെയായിരുന്നു. അമ്മ ഒരു പാട്ടുകാരിയായിരുന്നു. അങ്ങനെയിരിക്കെ സംഗീതവേദിയിൽ പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അമ്മയായ ഹന്നയുടെ ശബ്ദം നിലയ്ക്കുകയാണ്. ആ സമയം സദസ്സിൽ ഇരുന്ന ആളുകളെല്ലാവരും കൂകി വിളിക്കുകയും ആക്രോശിക്കുകയും ചെയ്യുന്നു. സങ്കടം സഹിക്കവയ്യാതെ അമ്മ സ്റ്റേജിന് പുറകോട്ട് ഓടുന്നു. അമ്മയുടെ ശബ്ദം കേൾക്കുവാൻ വേണ്ടിയിരുന്ന 5 വയസ്സുകാരൻ ചാർലി ചാപ്ലിനും അവിടെ ഉണ്ടായിരുന്നു. ആളുകളെ നിയന്ത്രിക്കാനായി ഷോയുടെ മാനേജർ ചാപ്ലിനെ സ്റ്റേജിലേക്ക് വിടുന്നു. തനിക്കറിയാവുന്ന വിദ്യകളെല്ലാം അദ്ദേഹം അവിടെ പ്രയോഗിച്ചു. കുറച്ചു സമയത്തിനു ശേഷം ആക്രോശിച്ച ജനങ്ങളെല്ലാം പൊട്ടിച്ചിരിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിന് ഒരു തുടക്കമായി മാറുന്നു. പിന്നീട് ഒരിക്കൽ ഒരു ആട്ടിൻകുട്ടി കശാപ്പുകാരുടെ കണ്ണ് വെട്ടിച്ച് പുറത്തേക്ക് ഓടുകയും ഇതിനെ പിടിക്കാൻ ആളുകൾ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ കണ്ട് ജനങ്ങളോടൊപ്പം ചാപ്ലിനും ചിരിക്കുന്നു. പിന്നീടാണ് അതിൻ്റെ ദുരന്തവശം മനസ്സിലായത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ സംഭവം ദിവസങ്ങളോളം തൻ്റെ മനസ്സിൽ കിടന്നു എന്നും അദ്ദേഹം ഓർക്കുന്നു. കണ്ണീരും ചിരിയും കലർന്ന തൻ്റെ ചിത്രങ്ങൾക്ക് പ്രചോദനമായത് ഈ സംഭവമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ അതുല്യമായ ചിത്രങ്ങൾ ഇന്നും നമ്മെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നു. കണ്ണീരും ചിരിയും കൂടിക്കലർന്ന തൻ്റെ സിനിമകളുടെ പ്രമേയങ്ങൾക്ക് അടിസ്ഥാനം ഒരുപക്ഷെ മുൻപറഞ്ഞ ആടിൻ്റെ ദുരന്ത ഹാസ്യ സംഭവമായിരിക്കാമെന്ന് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.